അയ്യപ്പെടാം. UDF കൺവീനർ അടൂർ പ്രകാശ് പറഞ്ഞിരിക്കുന്നത് അൻവറിന് UDFിലേക്കുള്ള വാതിലൊക്കെ അടച്ചു എന്നുള്ളതാണ്. പക്ഷേ ചില പ്രമുഖ നേതാക്കൾ, കോൺഗ്രസ് നേതാക്കൾ അൻവറുമായിട്ട് സംസാരിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പുറത്തു വരുന്ന വിവരം. സത്യത്തിൽ അത് ഉള്ളതാണോ? അതായത് ഇതിനകത്ത് അൻവർ പിണറായിയുടെ പക്ഷത്ത് നിന്ന് മാറിയ ആ സന്ദർഭം മുതൽ ലീഗ് അൻവറിനെ കൂടെ നിർത്തിയിട്ടുണ്ട്, മുസ്ലിം ലീഗ് കൂടെ നിർത്തിയിട്ടുണ്ട്. കാര്യം ലീഗിന് ഏറ്റവും ആവശ്യം ഈ ഭരണം മാറേണ്ടത് മറ്റു ഏത് ഘടകകക്ഷിയിലെ കോൺഗ്രസിനേക്കാൾ ആവശ്യം ലീഗിൻ്റെ. അതെ. അപ്പോൾ ലീഗ് അപ്പോൾ മുതൽ തന്നെ അൻവറിനെ കൂടെ നിർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പറയുന്ന ഒരു ഭാഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിൽ പിന്നെ PV അൻവറിനെ കൂടെ നിർത്തണം. അൻവറിനെ ഇവർ രഹസ്യമായി സംസാരിക്കുന്നത് നിലമ്പൂർ ഇലക്ഷൻ ഒന്ന് കഴിഞ്ഞോട്ടെ. ഇപ്പോൾ സതീശൻ്റെ വാശിയൊക്കെ നിലമ്പൂർ ഇലക്ഷനിൽ ചിലപ്പോൾ സതീശൻ പിടി നടക്കാതെ ചിലപ്പോൾ തോറ്റുപോയാലോ. ഈ പറയുന്ന ലീഗിന് ഒരിക്കലും വലിയ താല്പര്യമൊന്നുമില്ല ഷൗക്കത്തിന്. ഷൗക്കത്ത് എപ്പോൾ വേണോ മറുകണ്ഠം ചാടാവുന്നുള്ള ഒരു വ്യക്തിയും കൂടെയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഷൗക്കത്ത് കൂടെ ചേർന്ന് പാലം വലിച്ചിട്ടാണ് കഴിഞ്ഞ തവണ പ്രകാശ് എന്ന് പറഞ്ഞ മരിച്ചുപോയ സ്ഥാനാർത്ഥി VV പ്രകാശ് എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ ഈ ഷൗക്കത്ത് കൂടെ പാലം വലിച്ചാണ് 2000 വോട്ടിന് അന്ന് അൻവർ ജയിച്ചവിടെ. അൻവറിന്റെ കഴിഞ്ഞ ജയത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ ഷൗക്കത്തിന്റെ ഈ രണ്ട് നിറത്തിൽ ഒരു നിറമാണ് തോപ്പിച്ച് കൈ കൊടുത്തത്. അപ്പൊ അത് ഇപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യയെ കാണാൻ പോയിരുന്നു. പക്ഷെ ഭാര്യ പറഞ്ഞു ഞങ്ങൾ ഇപ്പോഴും കോൺഗ്രസിനൊപ്പം തന്നെയാണ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അല്ല, അൻവർ അത് പറയുമ്പോൾ ഒരു നിലപാടുള്ള സ്ത്രീയാണ്. അത് പറയുമ്പോൾ നമുക്ക് വേറൊരു കാര്യം പറയണ്ട, അത് വഴിയേ ഞാൻ പറയാം. അപ്പോൾ ഇത്തരത്തിൽ ലീഗ് പിന്നെ ഇദ്ദേഹത്തോട് ഒരു സൂചന കൊടുത്തതായിട്ടും കോൺഗ്രസ് നേതാക്കൾ ഇദ്ദേഹത്തോട് സൂചന കൊടുത്തായിട്ടും ചില നേതാക്കൾ സൂചന കൊടുത്തതായിട്ടും പറയുന്നുണ്ട്. ഈ ഇലക്ഷൻ ഒന്ന് കഴിഞ്ഞോട്ടെ, ഇലക്ഷൻ കഴിയുമ്പോൾ നമുക്ക് നിങ്ങളെ UDFിലേക്ക് എടുക്കാനുള്ള എല്ലാ സംവിധാനവും ചെയ്തു തരാം എന്ന് അൻവറിനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലും വേറെ പ്രശ്നങ്ങൾ. ഇപ്പോൾ ഷൗക്കത്ത് എങ്ങാനും ജയിച്ചാൽ വീണ്ടും കൊമ്പ് മുളയ്ക്കത്തേ ഉള്ളൂ. ആർക്ക്? VD സതീശൻ. ഷൗക്കത്ത് എങ്ങാനും ജയിച്ചാൽ VD സതീശൻ പിന്നെയും പറയും ഇദ്ദേഹത്തെ എടുക്കണ്ട, പിന്നെ 10 അടി ഒന്നും കൂടെ പോകുമല്ലോ, പിന്നെ ഒന്നുകൂടെ 10 അടി പോകും. ഈ അവിഞ്ഞ ചിരി പിന്നെയും കുറച്ചുകൂടെ ചിരിക്കും. അപ്പോൾ ഏതായാലും നമുക്കിതിൽ മറ്റൊന്നുകൂടെ ഇതിൽ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം ലീഗിന് ഇപ്പോൾ തന്നെ കോൺഗ്രസിനോട് VD സതീശനോട് വല്ലാത്ത അമർഷമുണ്ട്. അമർഷം എന്ന് പറഞ്ഞാൽ ഈ കാര്യം വന്നപ്പം മുതൽ ഇത് അൻവറിനെ കൂടെ നിർത്തി അൻവറിനെ കൊണ്ട് പിന്നെ ഇതിലേക്ക് അവരെ കൂടെ നിർത്തി കിട്ടാവുന്ന വോട്ട് എന്ത് വന്നാലും അൻവറിന് ഒരു 15,000 വോട്ടെങ്കിലും കാണും. അൻവറിന് ഒരു 15,000 വോട്ടെങ്കിലും കിട്ടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ SDPI ഉണ്ട്, മുസ്ലിം വോട്ട്, അത് ആ വഴിക്ക് പോകും. കാര്യം 1 ലക്ഷത്തിലധികം വോട്ട് മുസ്ലിം വോട്ടാണ് ഉണ്ട് അവിടെ. 1 ലക്ഷത്തിലധികം ക്രിസ്ത്യൻ വോട്ടുണ്ട്. ഹിന്ദു അല്ല, ഒരു 50,000 വോട്ടെങ്കിലും ക്രിസ്ത്യൻ വോട്ടുണ്ട്. 50,000 അതിനടുത്തോ എന്തായാലും ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം വോട്ടുള്ളൊരു മണ്ഡലമാണ്. മുസ്ലിം വോട്ട് മലപ്പുറത്തെ മറ്റു ജില്ലകളെ അപേക്ഷിച്ച് കുറവാണ്. നിലമ്പൂര് കുടിയേറ്റ കർഷകർ ഒരുപാടുള്ള സ്ഥലമാണ്, ക്രിസ്ത്യൻ വോട്ടുമുണ്ട്. അപ്പോൾ അത്തരത്തിൽ നോക്കും BJPക്ക് ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ ബലാബലം 5 സ്ഥാനാർത്ഥികളാണ് ഇന്ന് കളിക്കുന്നത്. ആകെ 2 ലക്ഷം വോട്ടുമുണ്ട്. അപ്പോൾ കോൺഗ്രസ് ഇത് മനസ്സിലാക്കുന്നുണ്ട്. കാര്യം 15,000 വോട്ട് കൊണ്ട് ഇവർ കണക്കൂട്ടുന്ന 5,000 വോട്ടെന്നാണ് പറയുന്നത്. കോൺഗ്രസിന്റെ കണക്കൂട്ടിൽ അൻവറിന് 5,000 വോട്ടെന്നാണ്. 5,000 വോട്ടല്ല, 5,000 വോട്ട് അൻവർ പറഞ്ഞാൽ തിരിച്ച് കോൺഗ്രസിന് കിട്ടിക്കൂടെ ആയിരുന്നോ? ഇവർ കാണിച്ച പോക്കൃത്തരം, VD സതീശൻ കാണിച്ച പോക്കൃത്തരമാണത് ഈ ബലം പിടിക്കൽ. ഏതായാലും നമ്മുടെ ഒരു അനുമാനം അനുസരിച്ച് ഇദ്ദേഹത്തിന് പ്രതീക്ഷ നൽകിയിരിക്കുന്നവർ K സുധാകരൻ ഒരാളായിരിക്കും, K മുരളീധരൻ മറ്റൊരാളായിരിക്കും. കോൺഗ്രസിലെ ചില നേതാക്കൾ അൻവറിന് പ്രതീക്ഷ കൊടുക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ K മുരളീധരൻ, K സുധാകരൻ, പിന്നെ VM സുധീരൻ എന്നീ പഴയ നേതാക്കൾ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ തുടങ്ങിയവരായിരിക്കും അൻവറിനോട് പറയുന്നത് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും. പക്ഷേ ഇതിന് ശേഷം ഇപ്പം തോറ്റുപോയാലും ജയിച്ചു പോയാലും തോറ്റാലും ഈ പറയുന്ന സതീശൻ ഉൾപ്പെടെയുള്ള സതീശൻ ആരാധകരും സതീശൻ ടീമും പറയും ഇയാൾ ഇലക്ഷന് മുമ്പ് എന്തെല്ലാം വിളിച്ചു പറഞ്ഞെന്നറിയാവൂ. കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ തീരുമാനിച്ചപ്പോൾ ഒരിക്കലും അത് പാടില്ലായിരുന്നു പ്രജിത. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ PV അൻവറിന്റെ ഭാഗത്ത് ഒരുപാട് നാവിനൊരു ബ്രേക്കില്ല. ഇന്നലെ തന്നെ LDFന്റെ കാര്യം പറഞ്ഞത് സത്യത്തിൽ അത് പറയേണ്ട ഒരു സമയമല്ല. അദ്ദേഹം മത്സരിക്കാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ മത്സരത്തിന് വേണ്ടി ഇറങ്ങുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. അല്ലാതെ ഭീഷണിപ്പെടുത്തി ഞാൻ അത് പറയും ഇത് പറയും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഒരു തരത്തിൽ ഒരു ലോക്കൽ ഗുണ്ടയുടെ തലത്തിലേക്ക് തരം താഴാൻ പാടില്ല. ലോക്കൽ ഗുണ്ടയുടേത് മാത്രമല്ല, ഒരിക്കലും തേജോവധം ചെയ്യാൻ പാടില്ല. നമ്മൾ പേഴ്സണലി ഒരിക്കലും ഒരു സ്ഥാനാർത്ഥിയെ തേജോവധം ചെയ്യാൻ പാടില്ല. അങ്ങനെ തേജോവധം ചെയ്യുമ്പോൾ അയാളുടെ മെറിറ്റാണ് പോകുന്നത്, അല്ലാതെ ഈ പറയുന്ന സ്ഥാനാർത്ഥിയുടെ അല്ല. അതവർക്ക് അറിയാം. ഇപ്പോൾ ഒരു പടം മോർഫിങ് ചെയ്തുകൊണ്ടെങ്കിലും കാണിച്ച് ചീറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ലോകമാണ്. വീഡിയോ പോലും മോർഫ് ചെയ്ത് കാണിക്കാം.
അപ്പോൾ അത്തരത്തിലൊക്കെ പറയുന്നത് തന്നെ അദ്ദേഹം പറഞ്ഞതൊക്കെ തന്നെ തെറ്റാണ്. പിന്നെ രണ്ടാമത് പ്രജിത ഇപ്പോൾ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. അതായത് ഇദ്ദേഹം ഈ പിന്നെ വി പ്രകാശിൻ്റെ കാര്യം, വി പ്രകാശിൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരാളെ സ്ഥാനാർത്ഥിയാക്കാൻ വരെ LDF ആലോചിച്ചു. അത് നിങ്ങൾക്കറിയോ? LDF അങ്ങനെയുള്ള തറക്കളികളൊക്കെ കളിക്കാൻ നോക്കി. എന്തിന്? ഈ ആദ്യം ഷൗക്കത്തിൻ്റെ അടുത്ത് പോയി. ഷൗക്കത്തെ മറ്റേ അവനെ നിർത്തുകയാണെങ്കിൽ, മറ്റേ പയ്യനുണ്ടല്ലോ വയനാട് DCC പ്രസിഡന്റ് ജോയിയെ നിർത്തുകയാണെങ്കിൽ നിന്നെ ഞങ്ങൾ നിർത്തിയാൽ വരുമോ? അപ്പോൾ അയാൾ പറഞ്ഞ് കൊഞ്ചം വെയിറ്റ് പண்ற, ഐ വിൽ ടോക്ക് ടു യു, നിങ്ങൾ വെയിറ്റ് ചെയ്യൂ, ഞാൻ പറയാം എന്ന് പറഞ്ഞ് നിർത്തി. അങ്ങനെ നിർത്തിയത് കൊണ്ടാണ് ജോയി വരാത്തതുകൊണ്ടാണ് ഇദ്ദേഹം മറികണ്ഠം ചാടാത്തത്. അത് അൻവറിന് അറിയാം. കാര്യം ഏത് രഹസ്യ ചർച്ചകൾ നടന്നാലും അൻവറിന് മെസ്സേജ് പാസ് ചെയ്യാൻ ആളുണ്ട്. അവിടെ അൻവർ ഇത് വിളിച്ച് പറയാതെ അണ്ടർസ്റ്റുഡായി ഇരുന്നു കൊണ്ട് കളിക്കണമെങ്കിൽ ഇപ്പം എല്ലാം അടികൂടുള്ള കളികളിലേ കളിക്കുന്നത്. അന്ന് അടികൂടെ കളിച്ചു കൊടുത്താൽ പോരായിരുന്നു, എന്തിനാ ഇങ്ങനെയുള്ള കളിയൊക്കെ കളിച്ചത്? അപ്പോൾ അതുകൊണ്ട് ഇലക്ഷൻ കഴിയുമ്പോൾ കോൺഗ്രസ്സുകാർ നേതാക്കൾ ഉറപ്പ് നൽകിയിട്ടുണ്ട്, നിങ്ങളെ ഞങ്ങൾ എടുക്കാം എന്നൊക്കെ പറയുമെങ്കിലും അതിലും കുറേ പ്രശ്നങ്ങൾ പിന്നെയും ഉണ്ടാവും. കാര്യം ഇതോടുകൂടി അൻവർ തീരും എന്നൊരു ചിന്തയും കേരള രാഷ്ട്രീയത്തിൽ അൻവർ ഒന്നുമല്ലാതാകും എന്നൊക്കെ ഒരു ചിന്തയുണ്ട്. കാര്യം അൻവർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇങ്ങനെ ഒരു എടുത്ത് കളയാനും പറ്റാത്ത കാര്യം. അയാളുടെ ചരിത്രം എടുക്കുമ്പോൾ അയാൾ വയനാട് MI ഷാനവാസും പിന്നെ സത്യമൊകേരിയും ഒക്കെ മത്സരിക്കുന്ന സമയത്ത് വയനാട് വർഷങ്ങൾക്ക് മുമ്പ് 2014 മത്സരിച്ചിട്ട് അവിടെ അന്ന് 19,000 വോട്ട് ലോക്സഭയിൽ നേടിയ ഒരാളാണ്. അത് അയാളുടെ കാശിൻ്റെ ബലത്താണ്. അത് കഴിഞ്ഞ് അങ്ങനെ വീണ്ടും പലയിടത്ത് മത്സരിച്ചപ്പോഴും വോട്ടിൻ്റെ ശതമാനമൊക്കെ അങ്ങനെ കൂട്ടാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളൊരു വിഷയം എന്ന് വെച്ചാൽ അദ്ദേഹം ഒരു ബിംബമാണ് എന്ന് അദ്ദേഹം സ്വയം ഇങ്ങനെ പ്രഖ്യാപിച്ചിരിക്കുന്നു. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൂടെ നടന്നതിന്റെ ഫലമായിരിക്കും മുഖ്യമന്ത്രി പിണറായി ഒരു ബിംബമാണെന്നൊക്കെ തോന്നി അങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് പോയത്. പ്രജിത, അതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ചിലർക്ക് ഈ തലച്ചോറിൽ അങ്ങനെ ഒരു എനർജി വന്നു കഴിഞ്ഞാൽ പിന്നെ അവരെ മാറ്റാൻ ഭയങ്കര പാടാണ്. താൻ അങ്ങനത്തെ ഒരു ബിംബമാണ് എന്ന് സ്വയം ഒരാൾക്കൊരു നെഗറ്റീവ് എനർജി അങ്ങനെ കയറി കഴിഞ്ഞാൽ അത് തിരിച്ച് കുത്തിയെടുത്ത് കളയാൻ വലിയ പാടാണ്. അത് കാലങ്ങൾ കൊണ്ട് അനുഭവം കൊണ്ട് ഒന്നുമല്ലാതെ ചവിട്ടി തേക്കപ്പെടുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. അത് കാലങ്ങളാണ് അവരെ പഠിപ്പിക്കുന്നത്. അങ്ങനെയുള്ള നിരവധി പേരുണ്ട്. കേരള രാഷ്ട്രീയത്തിൽ കരുണാകരൻ ആരായിരുന്നു? കരുണാകരൻ കൊടി കെട്ടിയ രാജാവായിരുന്നു. എന്നിട്ട് അദ്ദേഹം അവസാനം എന്തായി? കറിവേപ്പില പോലും അദ്ദേഹത്തിനെ എടുത്ത് കളഞ്ഞില്ലേ? അദ്ദേഹത്തിന് ഒന്നുമില്ലാതായിപ്പോയില്ലേ? അയാളുടെ മകനും മകളും എന്താ? കേരള രാഷ്ട്രീയ ചരിത്രത്തിലും BJPയിലോട്ടാണ് മോള് പോയിരിക്കുന്നത്. എന്തായാലും നമുക്കിതിൽ പറയാനുള്ളത്, അൻവറിന് പ്രതീക്ഷ നൽകി രഹസ്യ ചർച്ച നടക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിന് ശേഷം സാഹചര്യം മാറുമെന്ന് കോൺഗ്രസ് നേതാക്കൾ. പക്ഷേ കോൺഗ്രസ് നേതാക്കൾ നമ്മൾ പറഞ്ഞ പോലെ മുരളീധരനും ഈ പറയുന്ന സുധാകരനും വിചാരിക്കുന്നത് പോലെ അത്ര കണ്ട് ഈസി ആകും എന്ന് നമ്മൾ കരുതണ്ട. കാര്യം ഓരോന്നും ആലോചിച്ച് വിളിച്ചു പറയുന്ന സമയത്ത് അൻവർ ആലോചിക്കണമായിരുന്നു. ഇന്നലെ കൂടി അൻവർ ഇപ്പോൾ പറഞ്ഞു LDF നേതാക്കളെ റിയാസിനും കൂട്ടുകാരും നവകേരള സദസ്സിൽ അതുമായി റിയാസാണ് ഏറ്റവും കൂടുതൽ പണി ഇപ്പോൾ ഏകിട്ട് പണിതുകൊണ്ടിരിക്കുന്നത്. റിയാസാണ് ഏറ്റവും കൂടുതൽ പണി മലപ്പുറത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാര്യം മലപ്പുറവും കോഴിക്കോടും തമ്മിൽ വലിയ വ്യത്യാസമില്ല. മലപ്പുറം എന്ന് പറയുന്നത് അങ്ങ് കോഴിക്കോട് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ടൗണിൽ നിന്ന് കിഴക്ക് ഭാഗത്തേക്ക് നമ്മൾ പോകുന്നതാണ് മലപ്പുറം എന്ന് പറയുന്നത്. മലപ്പുറം ഒരു പ്രത്യേക ദേശം തന്നെയാണ്. മലപ്പുറത്തിൻ്റെ ഒരു സംസ്കാരം, മലപ്പുറത്തിൻ്റെ ഒരു ഫുട്ബോൾ ഫാന്, മലപ്പുറത്തിൻ്റെ ഒരു രീതി, മലപ്പുറത്തിൻ്റെ ഫുഡ്, ആ ഫുഡ് കോർട്ടുകളൊക്കെ നമ്മളിങ്ങനെ പോകുമ്പോൾ നിരവധി ഫുഡ് കോർട്ടുണ്ട്. വൈകുന്നേരമൊക്കെ ചുമ്മാ കഴിക്കുക ഒരു ഉല്ലാസമാണ്. അപ്പോൾ അവിടുത്തെ ആ ഒരു രീതി. അപ്പോൾ അത്തരത്തിൽ നമ്മൾ നോക്കുമ്പോൾ മലപ്പുറത്തിനെ അറിയാവുന്നുള്ള, നിലമ്പൂരിനെ അറിയാവുന്നുള്ള PV അൻവർ തന്നെ ഇഷ്ടപ്പെട്ടവരെ പോലും വെറുപ്പിക്കുന്ന രീതിയിൽ പെരുമാറിയത് ഒരു വലിയ ചെയ്ത്തായിപ്പോയി. കാര്യം അദ്ദേഹം ഈ പറയുന്ന വാവോയ കോടാലിയൊക്കെ ആണെങ്കിലും ഒരു വലിയ ചന്ദ്രനെ നോക്കി പട്ടി കുരയ്ക്കുക എന്നൊക്കെ പറയുന്ന പോലെ പിണറായി വിജയൻ ചന്ദ്രനെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ എന്നാൽ ഒരു വലിയ ബിംബത്തിനെ എതിരിട്ട് ഇറങ്ങി വരാൻ അദ്ദേഹത്തിന് തോന്നിയ ഒരു ധൈര്യമുണ്ട്. അതിനെ നമ്മൾ സമ്മതിക്കണം. കാര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് പോലും 6 ലക്ഷം അംഗങ്ങളുള്ള പാർട്ടിക്ക് പോലും പിണറായി വിജയനെ ഒതുക്കാൻ പറ്റിയിട്ടില്ല. പിണറായി വിജയൻ എന്ന നേതാവിനെ ഒരു മണൽ തരി എടുത്തിടാൻ പോലും പറ്റിയിട്ടില്ല. അവിടെയാണ് അദ്ദേഹത്തെ വെല്ലുവിളിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ അത് കൂട്ടുകച്ചവടത്തിലെ എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങളായിരിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിൻ്റെ മറ്റു വശങ്ങൾ വേറെയുണ്ട്. പിണറായി വിജയനും ഇദ്ദേഹവും തമ്മിലുള്ള ടക്ക് ഓഫ് വാർ എന്നൊക്കെ പറയുന്നത് വേറൊരു ചർച്ചയാണ്. ആ വേറൊരു വിഷയമാണ്. നമുക്ക് വേറൊരു എപ്പിസോഡിൽ അത് നമുക്ക് പറയാം. ഏതായാലും UDFിൻ്റെ നേതൃത്വം പുതിയ സാഹചര്യങ്ങൾ മനസ്സിലാക്കി അതിന് മുൻകൈ എടുക്കുമായിരുന്നു. ലീഗിന് കൂടുതൽ സ്വാധീനമുള്ള ജില്ലയാണ് മലപ്പുറം. അത് തീർച്ചയായിട്ടും കോൺഗ്രസിന് അറിയാം. ഇത്തരത്തിൽ VD സതീശൻ ലീഗ് തന്നെ പറയുന്നുണ്ടല്ലോ, കൃത്യമായിട്ടും പറയുന്നുണ്ട്, ഇത്തരത്തിലുള്ള പോക്കാണ് സതീശൻ്റെതെന്നുണ്ടെങ്കിൽ, കോൺഗ്രസിൻ്റെതെന്നുണ്ടെങ്കിൽ വേറെ വഴി നോക്കേണ്ടി വരും. അല്ല, ലീഗിന് വേറെ വഴി നോക്കാനില്ല. എൻ്റെ മനസ്സിൽ തോന്നിയത്, നമ്മുടെ ഒരു ചെറിയ അറിവിൽ എനിക്ക് തോന്നിയത്, ഇനിയും LDF വരും എന്നുണ്ടെങ്കിൽ ലീഗ് പുറമെ നിന്ന് പിന്താങ്ങും. കാര്യം ഇവര് അൻവറിനെ പുറകെ നിർത്താമെന്ന് പറഞ്ഞല്ലോ. കാര്യം LDF ആണെങ്കിൽ പലവട്ടം അവരെ വിളിച്ചോണ്ടിരിക്കുകയും ചെയ്യും. അല്ല, അതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ലീഗിനെ അങ്ങനെ വിളിക്കുമെങ്കിലും ലീഗിന് അങ്ങനെ കയറി പെട്ടെന്ന് വരാൻ കഴിയില്ല. കാര്യം MV നികേഷിന്റെ അച്ഛൻ MV രാഘവൻ ഇവിടെ ലീഗിനെ ഒരു ഘട്ടത്തിൽ CPM ഭരണം അന്യമായിരുന്നു.
CPM എന്ന് പറയുന്ന പാർട്ടി 1986-ൽ അതെ 86-ൽ ഈ പാർട്ടി അന്ന് ഭരണത്തിൽ വരും. കാര്യം കോൺഗ്രസ് ആണ് എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കോൺഗ്രസ് വരുന്നു, കോൺഗ്രസിൻ്റെ ഭരണം, കരുണാകരൻ്റെ അപ്രമദിത്വം, അന്ന് പാർട്ടി നെഞ്ചിലിടിച്ച് വിളിയുക എങ്ങനെ പാർലമെൻറ്റിൽ കയറാന്നുള്ളത്. അങ്ങനെ പാർലമെൻറ്റിൽ കയറുന്നതിന് അദ്ദേഹം പറഞ്ഞ ഒരു ഉപായമായിരുന്നു ലീഗിനെ കൂടെ കൂടുക. അത് അദ്ദേഹത്തിനെ പിന്നെ പുറത്താക്കിയ ഒരു ഇതാണ്. അപ്പോൾ അത്ര കണ്ട് ചരിത്രം മറന്നുകൊണ്ട് പെട്ടെന്ന് ഇവർക്ക് കെട്ടിപ്പിടിക്കാൻ പറ്റില്ല. കെട്ടിപ്പിടിച്ച ഇവിടുത്തെ മാധ്യമങ്ങളും ഇവിടുത്തെ ചരിത്രം അറിയാവുന്ന ആൾക്കാർ കയറി കൊല്ലും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അല്ല, ഒരു ബ്രാക്കറ്റ് ആയിരിക്കും പ്രജിത. എനിക്ക് തോന്നുന്നത് ഇതിന്റെ നിങ്ങളിങ്ങനെ അപ്പോൾ അങ്ങനെ ഷാജിയും മുനീറും ഉണ്ടെങ്കിൽ ഭരണത്തിൽ ആദ്യത്തെ ഏറ്റവും പ്രശ്നമായി നിൽക്കുക ഷാജിയും മുനീറുമാണ്. അങ്ങനെ ഷാജി അത്ര കണ്ട് ദ്രോഹിച്ചിട്ടുണ്ട്, ഈ പാർട്ടി അത്ര കണ്ട് ദ്രോഹിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന പോലെ അവർ പുറമെ നിൽക്കും. പിന്നെ വേറൊരു കാര്യം ഇവിടെ ഉണ്ട്. ഈ പറയുന്ന രീതിയിൽ UDF ലീഗ് പോയാൽ പിന്നെ ശുഷ്കമാണ്. UDF ലീഗ് പോയാൽ പിന്നെ ശുഷ്കമാണ്. പിന്നെ BJPയുടെ തന്ത്രങ്ങൾ എളുപ്പമാവും. കാര്യം ഈ പറയുന്ന ആദ്യത്തെ ഭരണത്തിൽ ചിലപ്പോൾ BJP ഇവർക്ക് ബ്രാക്കറ്റിൽ നിൽക്കുമെങ്കിലും നെക്സ്റ്റ് ഭരണം വരുമ്പോൾ ഈ പറയുന്ന BJPക്കൊപ്പം ചേർന്നാൽ മതി. ഇവർക്കൊക്കെ ഭരണം മതി. ഭരണത്തിൽ നിന്ന് അധികാരമാണല്ലോ അവരുടെ രാഷ്ട്രീയം. ഏതായാലും നമുക്ക് കാത്തിരിക്കാം. VD സതീശൻ എന്ന നേതാവിൻ്റെ ആ ഒരു ധാർഷ്ട്യം ലീഗ് എന്ന പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ വക്താക്കൾക്ക്, ലീഗ് പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളാണ്. അപ്പോൾ പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ വക്താക്കൾക്ക് VD സതീശൻ്റെ കടുംപിടുത്തം എത്ര കണ്ട് വേദന ഉളവാക്കി. അതും അവരുടെ ജില്ലയിൽ അൻവർ ഇറങ്ങിയപ്പോൾ കൂടെ പിടിച്ചു നിർത്തി നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് പറയുന്ന ലീഗ് സതീശനെ നോട്ടമിട്ടിട്ടുണ്ട്. ഈ ജയവും തോൽവിക്ക് ശേഷം അതിൻ്റെ ബാക്കി കല്ലും നെല്ലും നമുക്കറിയാം. അൻവറിന് കൊടുത്ത വാക്ക് പാലിക്കാൻ കഴിയുമോ എന്നും അപ്പോൾ നമുക്ക് അറിയാൻ കഴിയും.